നമ്മൾ യാത്ര ചെയ്യുന്നത് ഗ്രഹാം ബുഷിലാണ്. അടിപൊളി സ്ഥലമാണ്. ഡനഡിനിലാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകാൻ. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. 33 സ്റ്റെപ്പുണ്ട്. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാടിൻ്റെ ഓരോരോ പ്രത്യേകതകൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു വ്യൂ അല്ല പിന്നെ കാണുന്നത്. അങ്ങനെ വെറൈറ്റി മരങ്ങളും ഈ കാടിൻ്റെ നടുക്കോടെയുള്ള അരുവിയും അതെല്ലാം ഭയങ്കര ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ പക്ഷികളും അങ്ങനെ ഒരുപാട് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. കൂടാതെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അടിപൊളി സീനറിയാണ്. ഇത് ഒരുപാട് അകലെയൊന്നുമല്ല. ഡനഡിനിൽ താമസിക്കുന്നവർക്ക് ജസ്റ്റ് 50 മിനിറ്റ്സ് ഡ്രൈവ് അത്രേ ഉള്ളൂ ടൗണിൽ നിന്ന്. പക്ഷികളുടെ ഒരു കളകള ശബ്ദമുണ്ടല്ലോ. അതൊരു വേറൊരു വൈവാണ് കേട്ടോ. ഇത് നമ്മുടെ റെഡ് വുഡ് മരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഒരറിവായിരിക്കുമല്ലോ. നമുക്ക് വീണ്ടും യാത്ര തുടരാം. ചെറിയ ചെറിയ മരങ്ങളാണ് ഞാൻ കാണുന്നുള്ളത് ഇവിടെ. ഒരുപാട് വലിയ മരങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ ചെറിയ മരങ്ങളുടെ ഇടയിലൂടെയുള്ള കാട്ടുപാതയാണിത്. അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ. ഇപ്പം ഏകദേശം സമയം രാവിലെ 10 മണിയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. വളരെ ചെറിയ മരങ്ങളാണ്. നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അടിപൊളി കാട്ടുപാത. ഈ യാത്ര നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേസ്റ്റായിരിക്കില്ല. മരങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നതും ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ വഴിയും, അതുപോലെ തന്നെ ഈ നമ്മൾ ഇടയ്ക്കൊന്ന് മുകളിലേക്കൊക്കെ നോക്കണം. എന്താ ഒരു ഫീല്. ഇന്നിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ ആയത് കാരണം അടിപൊളി. നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലിങ്ങനെ ഈ മരത്തിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അത് അത്രയ്ക്ക് എഫക്റ്റാണ്. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഭംഗിയിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈ മരങ്ങളുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ കൂടിക്കണം. അത് തന്നെയല്ല, ഒരേ ഇനത്തിൽപ്പെട്ട മരമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കാണുന്നത്. ആണ്ടോ, നാട്ടിലൊക്കെ ഈ വിറകുമ്പൊക്കെ കിടക്കും പോലെ ഒരു 30 വർഷം 40 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ പോയി വിറക് വറക്കാൻ പോകുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഫീലാണ് എനിക്ക് വരുന്നത്. നമ്മുടെ തൈമരത്തിൻ്റെയൊക്കെ വിറകുകളൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകത്തില്ലായിരുന്നു. ഒരു 30 വർഷം ബാക്കിലേക്ക് പോയവർക്കൊക്കെ അറിയാം. നിങ്ങളെന്തായാലും ഒരു നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പാണ്. ഒരു മാറ്റവും ഇല്ല അതിൻ്റെ അത്. ഗ്രാമപ്രദേശത്ത് നിന്നൊക്കെ വന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കെണികളൊക്കെ വെച്ചേക്കണ കാണാം. എലിപ്പെട്ടി വെച്ചേക്കും പോലെ ഉണ്ട്.
എന്തായാലും ഇതും ഇങ്ങനെയുള്ള കാഴ്ചകളും കാണാം നമ്മൾ പോകുന്ന വഴിക്ക്. അതെ, ഈ മരം ശ്രദ്ധിച്ചോ? ഈ മരം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. അതിൻ്റെ തൊട്ട മുറിയുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നല്ല സോഫ്റ്റായ മരമാണ്. അതിൽ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മരം എന്താ ഇത്? ഈ മരത്തിൻ്റെ പേരറിയാവുന്നവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരു അറിവായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അതിനുള്ള ഉണ്ട് അതിന്. എന്തായാലും ഈ സൈഡിൽ വന്നപ്പോൾ ആ ഒരു ഇനത്തിൽപ്പെട്ട മരം ഇവിടെ കാണുന്നത് മൊത്തം. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥയൊക്കെ നോക്കി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം. ഇന്ന് എന്തായാലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ എത്രമാത്രം വിഷ്വൽ എഫക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നേരിട്ട് അതൊരു നല്ല വൈബാണ്. നമ്മളെ കണ്ട മരത്തിൻ്റെ ഇലയാണ് കേട്ടോ അത്, നൂല് പോലെ കിടക്കുന്നത്. നിങ്ങളെൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. മറ്റുള്ളവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരും. ഇത് മറ്റുള്ളവർക്ക് ഒരു അറിവായിരിക്കും. കാരണം ഞാനിപ്പോൾ ഈ വഴിക്ക് വന്നിട്ട് ആരെയും തന്നെ കണ്ടില്ല. കാരണം ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ആളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര തന്നെ അടിപൊളി വ്യൂ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നുപടി, ഇത്രയും നല്ല സ്ഥലം കടന്നിട്ട് നിങ്ങളിത് വന്ന് കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും. നമ്മൾ ഈ ആരോ ടൗണിലൊക്കെ 2 മരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം പോകുന്നു. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പറയുക, ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. തീർച്ചയായിട്ടും ഇവിടെ വരെ വന്ന് ഇത് കണ്ട് അതിനുശേഷം ഇതിൽ കമൻറ്റോടെ ഇടണം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഒരു പ്രചോദനമാകത്തുള്ളൂ. ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബുമുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് എന്തോരം നടക്കാവോ അത്രയും കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവൻ കുറച്ച് നേരമായി എൻ്റെ കൂടെ കൂടിയിട്ട്. ഇതിൻ്റെ ഇണയുണ്ട് കേട്ടോ കൂടെ. നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുണ്ടെങ്കിൽ നമ്മുടെ പുറകെ കൂടുക. എനിക്കങ്ങനെ ഇപ്പോൾ ഒരു 1/4 കിലോമീറ്റർ ഞാൻ നടന്നു. ഇപ്പോഴാണ് ഞാൻ ഈ കാടിൻ്റെ അങ്ങാപ്പുറം ഒരു കുന്നും പ്രദേശം കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് മാറി നിന്ന് നോക്കിയാലോ. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. ഇത്ര നേരം നമ്മൾ ഈ കാടിൻ്റെ അകത്തോടെ മരങ്ങളും അതൊക്കെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഈ കാടിൻ്റെ അങ്ങാപ്പുറമുള്ളൊരു കുന്നും പ്രദേശം കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വേറൊരു വൈബാണ്.
ഇത് വേറൊരു വഴിയാണ്. ഇതെനിക്ക് തോന്നുന്നത് വണ്ടി പോകുന്ന വഴിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വണ്ടി പോയ പാടുണ്ട്. നല്ല വഴക്കലാണ്, നന്നായിട്ട് തെന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഹീലുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് വരാവുള്ളൂ. ആക്ച്വലി ഇത് ഈ വഴിയല്ല, നടപ്പാതെയല്ല ഇത്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. എനിക്കൊന്ന് ട്രക്കിങ്ങിന് ഇതിലെ വണ്ടി കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വേറൊരു വഴി ഏതായാലും. ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടപ്പം ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയെന്നുള്ളൂ. ഞാൻ ഏതായാലും ആ വഴി ഉപേക്ഷിച്ചു. നമ്മുടെ പഴയ വഴിയിൽ കൂടെ തന്നെ യാത്ര തുടങ്ങുവാണ്. കാരണം ഇതിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെയാണ്. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും വൈബ് ഒന്ന് മാറി കേട്ടോ. ഇച്ചിരിയുടെ എന്താ പറയുക, വേറൊരു സീനറിയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ. മരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഇരുട്ടായ പോലെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. ഇച്ചിരി ഡാർക്ക് ഫീൽ ചെയ്യുന്നു. മേ ബി മരത്തിൻ്റെ ഇല കാരണമായിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി തെളിച്ചം ഉണ്ട് കേട്ടോ. ഇച്ചിരി നല്ല തെളിച്ചമുണ്ട്. കുറച്ച് തെന്നലുണ്ട്. കാരണം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നല്ല നല്ല ഹീലുള്ള ചെരുപ്പുകൾ ഇട്ടിട്ട് വരാവുള്ളൂ, അല്ലെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് വേറൊരു വൈവാണ്. മരത്തിൻ്റെ ഇനമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വേറെ മോഡൽ മരമാണ് ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കാണുന്നത്. ഇതാരും നട്ട് വളർത്തിയതൊന്നുമല്ല കേട്ടോ. ഇത് ഇവിടെ തനിയെ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ ഒരു പാലം കാണുന്നുണ്ട്. ഇനി ആ പാലത്തിൽ കൂടിയുള്ളൊരു യാത്ര. എന്താണ് പോലെ പാലം, അടിപൊളി. ഒരു കാട്ടരുവിയാണ്, ചെറിയൊരരുവി. വാവ്. പക്ഷേ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ എന്നാലും 2-3 ദിവസമായി മഴ പെയ്തിട്ട്, അതിൻ്റെ ആയിരിക്കും. എന്നാലും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇതോടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലെവലൊന്ന് മാറിയേ. എന്തായാലും ഇതൊരു സാധാരണ നമ്മൾ കാട്ടിക്കൂടെ പോകുമ്പോൾ ഒരു എന്താ പറയുക, മരവും അങ്ങനെയുള്ള കുറേ പ്രകൃതി ഭംഗികളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ അരുവിയോടെ ഇതിൻ്റെ നടുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ലെവലൊന്ന് മാറിയിട്ടുണ്ടേ. ഇങ്ങോട്ട് നല്ല തെന്നലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഹീലുള്ള ചെരുപ്പുകൾ ഇട്ടിട്ടേ വരാവുള്ളൂ. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരും സൂക്ഷിക്കണം. അടിപൊളി. ഇത് വേറൊരു വൈബാട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മരങ്ങളുടെ വേറൊരു ടൈപ്പ് മരങ്ങളായി. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ഗാർഡനിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളത്. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ മരങ്ങളുടെയൊക്കെ പേരറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിനു മുമ്പ് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ഈ യാത്രയെക്കുറിച്ചുള്ള
എല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കും. ശരിക്കൊരു ഗാർഡനിൽ കൂടെ പോകുന്ന ഫീൽ ചെയ്യുന്നില്ലേ? ഇതിപ്പം നിരക്കി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച കണക്ക് നമുക്ക് തോന്നും, പക്ഷേ ഇത് അങ്ങനെ വെച്ച് പിടിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്ന് ആര് വെച്ച് പിടിപ്പിക്കാനാ? അത് ഒരു കുറച്ചുകൂടെ നല്ല ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ച കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുറച്ചുകൂടെ എന്തായാലും നല്ലൊരു വൈവാണ്. മാക്സിമം രാവിലെ അല്ലെങ്കിൽ ഉച്ചയോട് കൂടി വരാൻ ശ്രമിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പോൾ ഈ ഭംഗി അതുപോലെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാലാവസ്ഥ നോക്കി വരിക. ഒരു സൗണ്ട് കേട്ടില്ലേ? അടിപൊളി. ഇവൻ്റെ സൗണ്ടായിരുന്നേ. ഇതിൻ്റെ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. ഇപ്പം എല്ലാം പൂർത്തിയായി. അടിപൊളി. ഇതിൻ്റെയാണ് അങ്ങാപ്പിൽ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്തോടെ പിടിക്കാനേ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത്ര നാളത്തെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ഈ ഒരു യാത്ര ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ. കാരണം ഒന്നാമത്തെ കാരണം ക്ലൈമറ്റ് തന്നെയാണ്. നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള അപ്പോൾ അത് കാരണം തന്നെ ഈ പ്രകൃതിയുടെ ഭംഗി അത്രയ്ക്ക് എടുത്തു കാണിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കാട്ടിൽ കൂടെയുള്ള ചെറിയൊരു അരുവി, അതൊരു വേറൊരു വൈവാണ് നമുക്ക് തന്നത്. പിന്നെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന പക്ഷി കറക്റ്റ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കൂടിയ ചെറിയ കുഞ്ഞു പക്ഷി, അതെല്ലാം ഈ യാത്രയിൽ മടുപ്പുണ്ടാക്കിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും കാട്ടുപള്ളികൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാട്ടുപള്ളിയാണ് കേട്ടോ. അതിൻ്റെ ചോടാണിത്. ഇച്ചിരി ഡാർക്കാണ് ഈ പ്രദേശം, അത് കാരണം കുറച്ച് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നണു. ഈ പക്ഷികളുടെ സൗണ്ടെല്ലാം കേൾക്കുന്നതെല്ലാം ഇത് നാച്ചുറലായിട്ടാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സൗണ്ട് എഫക്റ്റും വേറെ കൊടുക്കുന്നില്ല, കാരണം ഈ വീഡിയോയുടെ ക്ലാരിറ്റി പോകുമെന്നുള്ളതുകൊണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോടെ പങ്കുവയ്ക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു കാട്ടുപാതയിൽ കൂടെയുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ഏകദേശം പകുതി ദൂരം കഴിഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി വണ്ണമുള്ള ഒരു മരം ഞാൻ കാണുന്നത്. ഏകദേശം ഒരു 50 ഇഞ്ചും വണ്ണം കാണുമായിരിക്കും, അത്ര ആയിട്ടുള്ളൂ. കാനഡയിലെ നല്ല നല്ല സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഒരു അറിവായിരിക്കും. നിങ്ങൾ പോയിട്ട് ഇവിടെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല, നിങ്ങൾക്ക് അന്നത്തെ ദിവസം വേസ്റ്റ് ആവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു അറിവ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കും പോയി ആ സ്ഥലം കാണുവാനും അവർക്കത് എൻജോയ് ചെയ്യുവാനും പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡനഡിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും പോകാം. നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ കുത്തനെ ഉള്ള സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് കാടിൻ്റെ ഒരു ഭംഗി, പിന്നെ ചെറിയ മരങ്ങളുടെ ഒരു കൂട്ടം, അത് കഴിഞ്ഞ് ഒരു കൊച്ചരുവി, അതിനുശേഷം നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ബേഡ്സിൻ്റെ നമ്മുടെ കൂടെയുള്ള യാത്ര. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അകലെ ഒരു ചെറിയൊരു കുന്നും പ്രദേശം, അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. ഇത് വേറൊരു വൈവാണ്. കാരണം ഇതിപ്പോൾ എത്രമാത്രം ഇതിൻ്റെ അകത്തോട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ഇത് രണ്ട് കുന്നിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളൊരു വൈവാണ്. അടിപൊളിയാണ് കാണാൻ. നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രമാത്രം എഫക്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. വീണ്ടും യാത്ര തുടരുവാണ്. നമ്മൾ ഏകദേശം ഒരു മുക്കാലും യാത്ര ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു വൈവായി. അവിടെ ഇത്ര നേരം നല്ല ഭയങ്കര കാടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി കാടിൻ്റെ എന്താ പറയുക, മരങ്ങളുടെയൊക്കെ ഒരു എണ്ണം കുറഞ്ഞ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇച്ചിരി വണ്ണമുള്ളൊരു മരമാണ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊരു മരമാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മരമാണ്. യാത്ര നമുക്ക് തുടരാം. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ മിറ്റിലിട്ടിട്ടുണ്ട്, തെന്നി വീഴാതിരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. സേഫ്റ്റി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ച് കുത്തനെയുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഒരു വെള്ളത്തിൻ്റെ കൊച്ച കേൾക്കുന്നുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയോ എന്ന് സംശയമുണ്ട്. ഇല്ല, വീണ്ടും വഴി കാണുന്നുണ്ട്. എനിവേ ഈ തോട് കടന്ന് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒന്ന് കാണാം. വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേട്ടോ, മനസ്സിനൊക്കെ ഒരു കുളിർമ തോന്നും. ഈ കാസർഗോഡേക്കുള്ള യാത്രയിൽ ഇതോടെ വന്നു കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ എന്താ പറയുക, എല്ലാ ചേരിയോടും ചേർന്നുള്ള കറി എന്ന് പറയുന്നത് ആ ഒരു ഫീലാണ്. പപ്പടവും പായസം കൂട്ടിയുള്ളൊരു സദ്യ ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നേ. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം മരത്തിൻ്റെയൊക്കെ ഒരു കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോ, വേറെ മോഡൽ മരമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നിൽക്കുന്നത്. ഒരുപാട് മരങ്ങളൊന്നുമില്ല, എന്നാലും
കുറച്ച് മരങ്ങളോ ഉള്ളൂ എങ്കിലും അതിന് നമ്മൾ തുടക്കത്തിൽ ഇതുപോലത്തെ ഒരു മരം കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് മരം കൂടി കാണാൻ പറ്റി. പാറക്കൂട്ടങ്ങളുണ്ടോ, കുറച്ച് ആ കല്ലിൻ്റെ മുകളിലാണ് ആ മരം നിൽക്കുന്നത്. എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വൈബാണ്. കല്ലുകളുടെ മുകളിലുള്ള മരത്തിൻ്റെ നിൽപ്പും മൊത്തത്തിലുള്ള പ്രകൃതി ഭംഗിയും ഒരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു വൈബാണ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. കുറച്ച് ഡാർക്കാണ്, പക്ഷേ നല്ല രസമുണ്ട്. ചെറിയ അരുവിയുടെ വെള്ളത്തിൻ്റെ ഒഴുക്കും ആ സൗണ്ടെല്ലാം മനസ്സിൽ ഭയങ്കര കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ഇത്തൽക്കണ്ണി കയറി നിൽക്കുന്ന മരം, അടിപൊളി വ്യൂ ആണ്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഏകദേശം നമ്മൾ 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് വഴി നല്ല വഴിയാണ്, വലിയ കുഴപ്പമില്ല. തൂക്കുചട്ടിക്കകത്ത് ചെടി നട്ടിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കത്തില്ലേ, അതുപോലെ ഉണ്ട് ഈ ഇത്തൽക്കണ്ണി നിൽക്കുന്നത് കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്.
വീണ്ടും വള്ളിച്ചെടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വള്ളിച്ചെടി അവിടെ നമ്മൾ ഭയങ്കര ഡാർക്കാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം വെട്ടമുണ്ട്. വള്ളിച്ചെടിയുടെ തണ്ട് കണ്ടില്ലേ, അവിടെ കുറേ ഉണ്ട്. ഈ ഭാഗം നന്നായിട്ട് വള്ളിച്ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തിൽക്കണ്ണി നിറഞ്ഞ മരം. അടിപൊളി വ്യൂ. ഇത് തൊട്ടങ്ങാപ്പുറമുള്ള ഒരു കുന്നും പ്രദേശമാണ്. അങ്ങാപ്പുറത്തേക്ക് ഇനി വഴിയില്ല, അവിടെ അങ്ങാപ്പുറം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കാരണം നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മളെ പോയ സ്ഥലത്ത് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്. ഒരു പ്രാവ് ഇനത്തിൽപ്പെട്ട ആണ്. എനിക്കങ്ങനെ കാട്ടുപ്രാവാണോ എന്നറിയത്തില്ല. ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അവൻ ഇത്ര അടുത്ത് നിന്നിട്ട് പോലും അത് പറന്നു പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ പൊതുവെ പക്ഷികൾക്കൊന്നും പേടിയൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. വന്ന് വെള്ളം കുടിക്കുകയാണ്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അത് മൈൻഡാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ് തീർച്ചയായിട്ടും ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് എത്തപ്പെടട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ഈ സ്ഥലം വിസിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗുഡ് ബൈ.